നേരെ കള്ളിത്തുണി എടുത്ത് ഞാൻ എങ്ങോട്ടാ വെച്ചാലേ എന്തേ തിന്നാൻ പോണ വെച്ച് നേരാണ്ട് ഇറങ്ങിയതാ. ഇവിടെ കള്ളിത്തുണി എടുത്തൊന്നും ആരും ഇറങ്ങിയ ചേട്ടാ, അത് വേറെ കാര്യം വല്ലാന്ന് ഇറങ്ങില്ല. പിന്നെ നമ്മളെ പോലത്തെ മലയാളീസ് ഉണ്ടെങ്കിൽ ഇറങ്ങുമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഞാൻ നേരാണ്ട് തിന്ന് നല്ല തേങ്ങാച്ചോറും നല്ല ബീഫ് കറിയും. ഇവിടുത്തെ ബീഫ് എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ ബീഫിൻ്റെ മാതിരിയല്ല. ഇവിടുത്തെ ബീഫ് പറഞ്ഞാൽ ഫീസറിൽ വരുന്ന സാധനം ആയതുകൊണ്ടും പക്ഷേ ഉണ്ടാക്കണോലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് ബീഫാണ് രസമാണെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ തേങ്ങാച്ചോറ് എടുത്ത് ഇവിടുത്തെ അരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ തേങ്ങാച്ചോറിൻ്റെ അരിയല്ല, ഇത് വരെ പ്രത്യേക നെല്ലുത്തേരിൻ്റെ ഒക്കെ ടൈപ്പുള്ള ഒരു അരി കേട്ടോ. പക്ഷേ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, നല്ലോണം തിന്നുന്നു ഞാൻ. അപ്പോൾ ഞാൻ പിന്നെയും പറഞ്ഞ സാധനം സാധനം വരട്ടെ. പിന്നെ പൈസൻ്റെ കാര്യം ചോദിക്കരുത്. 10-30 റിയാലും 40 റിയാലൊക്കെ വില കിട്ടും. 12 റിയാലും 20 റിയാലൊക്കെയാണ് ഇതിൻ്റെ വില, അത് വേറെ കാര്യം. അങ്ങനെ ഞാൻ കുഴച്ച് തരുന്നുണ്ട്. പിന്നെ ചിക്കൻ കടായി കൂടി കിട്ടിയെങ്കിൽ ഒന്നുകൂടി സെറ്റപ്പ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇവലുണ്ട് ഒരു പായസം കൊണ്ടുവന്നപ്പോൾ നമുക്കൊരു ആണല്ലോ. അങ്ങനെ നേരെ ഞാൻ പായസം കണ്ട് കുടിച്ചു അടിച്ചാണ്ട് കയറ്റി. പിന്നെ ഞാൻ നേരെയാണ് പഞ്ചാബി കടക്കട്ടെ വൈകുന്നേരം പോകുന്നത്. അങ്ങനെ പഞ്ചാബി കട കുറച്ച് കക്കരിയും വന്ന് അൽഫാം അടിച്ച്. ഇവിടുത്തെ പിരിപിരിയും ടക്ക് എന്നൊക്കെ പറയട്ടെ, ഇനി പല പേരുകളാണ് ഇവിടെ അറിയപ്പെടുന്നത്. അങ്ങനെ ആ സോസ് ഞാൻ ഇക്കാട് പറഞ്ഞ് മുക്കി അങ്ങോട്ട് അടിച്ചങ്ങോട്ട് തിന്നപ്പോണ്ടല്ലോ, വല്ലാത്ത ടേസ്റ്റ് തന്നെ കേട്ടോ. ഇതൊക്കെ തന്നെ